ഹായ് സ്റ്റുഡൻസ്, നമ്മുടെ ഇന്നത്തെ ലെസൺ ഫുഡ് പ്രിൻറ്റ്സ് വിതൗട്ട് ഫീഡ്. ഇറ്റ് ഈസ് റിട്ടൺ ബൈ H.G. വെൽസ്. ഇതൊരു സയൻറ്റിസ്റ്റിൻ്റെ സ്റ്റോറിയാണ്. സയൻറ്റിസ്റ്റിൻ്റെ പേര് ഗ്രിഫിൻ എന്നാണ്. പല എക്സ്പെരിമെൻറ്റ്സിലൂടെ അദ്ദേഹം അദൃശ്യനാവാനുള്ള ഒരു മരുന്ന് കണ്ടുപിടിക്കുകയാണ്. എന്നിട്ട് സ്വന്തമായിട്ട് തന്നെ അത് അപ്ലൈ ചെയ്ത് ഇൻവിസിബിളായിട്ട് മാറുന്നു. പക്ഷേ ഈ വളരെ സവിശേഷമായിട്ടുള്ള ഈ കഴിവ് ആളുകളെ ഉപദ്രവിക്കാനായിട്ടുള്ള രീതിയിലാണ് ഇദ്ദേഹം മിസ്യൂസ് ചെയ്യുകയാണ് ഇതിനെ. അതായത് മറിഞ്ഞിരുന്നുകൊണ്ട് സാധനങ്ങൾ മോഷ്ടിക്കുക, ആൾക്കാർ ചീറ്റ് ചെയ്യുക, ആക്രമിക്കുക, ഇതൊക്കെയാണ് ഇൻവിസിബിൾ ആയിക്കൊണ്ട് ഈ സയൻറ്റിസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ എങ്ങനെയൊക്കെ ആളുകളെ ഇങ്ങനെ ട്രബിൾ ചെയ്തു, ഇങ്ങനെയൊക്കെ മാറിക്കൊണ്ട് എന്നുള്ളതിൻ്റെ ഒരു സ്റ്റോറിയാണ് ഫുഡ് പ്രിൻറ്റ്സ് വിതൗട്ട് ഫീഡ്. ഈ സ്റ്റോറി സ്റ്റാർട്ട് ചെയ്യുന്നത് രണ്ട് ബോയ്സിൻ്റെ വീട്ടിൽ അവർ ഒട്ടും വിശ്വസിക്കാൻ പറ്റാത്ത ഒരു കാഴ്ച കാണുകയാണ്. അതായത് അവരുടെ വീടിൻ്റെ സ്റ്റെയേഴ്സിൽ ചെളി പുരണ്ട കാൽപ്പാടുകൾ കാണുകയാണ്. അപ്പോൾ ഇതെങ്ങനെ വന്നു എന്ന് അവർക്ക് അറിയില്ല. കാരണം ഈ രണ്ടുപേരല്ലാതെ ആ വീട്ടിൽ ആരും തന്നെ ഇവരറിയാതെ വന്നു പോയിട്ടില്ല. അപ്പോൾ ഈ കാൽപ്പാടുകളെ പിന്തുടർന്ന് അവരൊരു സ്ട്രീറ്റിലെത്തുകയാണ്. അപ്പോൾ അവിടെ നിന്നാണ് നരേറ്റർ ഓതർ ഇങ്ങനെ എങ്ങനെയാണ് ഈ കാൽപ്പാടുകൾ ഈ കുട്ടികളുടെ വീട്ടിൽ വന്നതെന്നും അതിനെന്താണ് കാരണം, അപ്പോൾ അങ്ങനെയാണ് ഈ സയൻറ്റിസ്റ്റ് ഇൻവിസിബിളായിട്ട് മാറിയത്, പിന്നീട് എന്തൊക്കെ ചെയ്തു എന്നൊക്കെ ആ രീതിയിലാണ് സ്റ്റോറി മുന്നോട്ട് പോകുന്നത്. അപ്പോൾ നമുക്കിതിൻ്റെ ലൈൻ ബൈ ലൈൻ എക്സ്പ്ലനേഷൻ നോക്കാം. The two boys started in surprise at the fresh muddy imprints of a pair of bare foot. ഇംപ്രിൻറ്റ്സ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പാടുകൾ എന്നാണ് അർത്ഥം. ബെയർ ഫീറ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നഗ്നപാദങ്ങൾ, അതായത് ചെരുപ്പൊന്നും ഇടാതെയുള്ള കാലുകളുടെ പാടുകൾ. അപ്പോൾ ചെളിയിൽ ഇങ്ങനെ കാല് മുങ്ങിയിട്ട് അതിൻ്റെ കാൽപ്പാടുകളാണ് ഈ ബോയ്സിൻ്റെ വീടിൻ്റെ സ്റ്റെയേഴ്സിൽ കുട്ടികൾക്ക് കാണാൻ സാധിച്ചത്. അപ്പോൾ അത് കണ്ടിട്ട് അവർ വളരെയധികം സർപ്രൈസ്ഡായി. വാട്ട് വാസ് എ ബെയർ ഫൂട്ടഡ് മാൻ ഡൂയിങ് ഓൺ ദ സ്റ്റെപ്സ് ഓഫ് എ ഹൗസ് ഇൻ ദ മിഡിൽ ഓഫ് ലണ്ടൻ? അപ്പോൾ ഇത്രയും ഈ ലണ്ടനിലാണ് ഈ സ്റ്റോറി നടക്കുന്നത്. ലണ്ടൻ്റെ മിഡിലായിട്ടുള്ള ഇവരുടെ ഈ ഒരു ഹൗസിൽ, അവരുടെ ആ ഒരു സ്റ്റെയേഴ്സിൽ ബെയർ ഫൂട്ടഡ് ആയിട്ടുള്ള, അതായത് ഈ സാൻഡൽസ് ഒന്നും ധരിക്കാതെ വന്നിട്ട് ഒരാൾ എന്താണ് ചെയ്യുന്നത്, അവർക്ക് കാര്യം എന്താണെന്ന് പിടികിട്ടുന്നില്ല. ആൻഡ് വോർ വാസ് ദ മാൻ? ഈ കാൽപ്പാടുകൾ കാണുന്നുണ്ടെങ്കിലും അവിടെ ആരെയും കാണാൻ സാധിക്കുന്നില്ല. അപ്പോൾ എവിടെയാണ് ഈ കാൽപ്പാടുകളുടെ ഉടമ എന്നവരിങ്ങനെ ആലോചിക്കുകയാണ്. ആസ് ദേ ഗേസ്ഡ് എ റിമാർക്കബിൾ സൈറ്റ് മെറ്റ് ദെയർ ഐസ്. ഗേസ്ഡ് എന്ന് വെച്ചാൽ സൂക്ഷിച്ചു നോക്കിയപ്പോൾ ഒരു റിമാർക്കബിൾ സൈറ്റ്. റിമാർക്കബിൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വളരെ അൺയൂഷ്വൽ ആയിട്ടുള്ള, ഒട്ടും സാധാരണമല്ലാത്ത ഒരു കാഴ്ച അവരുടെ കണ്ണിൽ പെടുകയാണ്. എ ഫ്രഷ് ഫുഡ് മാർക്ക് അപ്പിയേർഡ് ഫ്രം നോവർ. ഇത് വളരെ ഫ്രഷ് ആയിട്ടുള്ള ഫുഡ് മാർക്കാണ്. അതായത് അപ്പോൾ തന്നെ ചെളിയിൽ ഇങ്ങനെ പുരണ്ട കാലുകളുടെ പാടുകളാണ്. പക്ഷെ അവിടെ തന്നെ ആരെയും കാണാനും സാധിക്കുന്നില്ല. അപ്പോൾ ആരും ഇല്ലാതെ ഈ കാൽപ്പാടുകൾ മാത്രം, ഫ്രഷ് ആയിട്ടുള്ള കാൽപ്പാടുകൾ മാത്രം ഇങ്ങനെ ഇവരുടെ മുന്നിൽ അപ്പിയർ ആയിക്കൊണ്ടിരിക്കുകയാണ്. Further footprints followed, one after another, descending the steps and progressing down the street. അപ്പോൾ ഇങ്ങനെ ഒന്നിന് പുറകെ ഒന്നായിട്ട് ഇങ്ങനെ കാൽപ്പാടുകളുണ്ട്. അപ്പോൾ അതിനെ പിന്തുടർന്നുകൊണ്ട് സ്റ്റെപ്സ് ഇറങ്ങിക്കൊണ്ട് അവരിങ്ങനെ ഒരു സ്ട്രീറ്റിലോട്ട്, പ്രോഗ്രസിങ് ഡൗൺ ദ സ്ട്രീറ്റ് എന്ന് വെച്ചാൽ സ്ട്രീറ്റിലോട്ട് ഇങ്ങനെ എത്തി. ദ ബോയ്സ് ഫോളോഡ് ഫാസിനേറ്റഡ് അണ്ടിൽ ദ മഡി ഇംപ്രഷൻസ് ബിക്കെയിം ഫെയിൻറ്റർ ആൻഡ് അറ്റ് ലാസ്റ്റ് ഡിസപ്പിയർഡ് ഓൾ ടുഗെദർ. ബോയ്സ് ഇങ്ങനെ ഇതിനെ ഫോളോ ചെയ്ത് ഭയങ്കര ഫാസിനേറ്റ് ആവുക എന്ന് വെച്ചാൽ ഇതിനോട് ഭയങ്കര അട്രാക്റ്റഡ് ആയി. കാരണം ഇവർക്കത് വിശ്വസിക്കാൻ പറ്റാത്തൊരു കാഴ്ചയാണ്. ഇവരറിയാതെ ആരാണ് ഇവരുടെ വീട്ടിൽ വന്നതെന്നാണ് ഇവർ ചിന്തിക്കുന്നത്. അപ്പോൾ അതിന് അട്രാക്റ്റഡ് ആയിട്ട് ഈ മഡി ഇംപ്രഷൻസിനെ, ഈ ചെളി പുരണ്ട ആ ഒരു പാടുകളെ പിന്തുടർന്നുകൊണ്ട് ഇവരിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഇതിങ്ങനെ ഫെയിൻറ്ററായി, അതായത് ക്ലിയർ അല്ലാതെ വന്നു. കുറച്ചധികം നടന്നു കഴിയുമ്പോൾ ആ പാടുകൾ മങ്ങി തുടങ്ങും അല്ലേ. അങ്ങനെ മങ്ങി അവസാനം ഇത് പൂർണ്ണമായിട്ടും അവരുടെ മുന്നിൽ നിന്നും മറഞ്ഞുപോയി. ദ എക്സ്പ്ലനേഷൻ ഓഫ് ദ മിസ്റ്ററി വാസ് റിയലി സിമ്പിൾ ഇനഫ്. അപ്പോൾ ഇവിടെ നിന്നാണ് ഇതെങ്ങനെ വന്നു എന്നുള്ള ആ ഒരു സ്റ്റോറി ഇനിയാണ് ഓതർ പറയുന്നത്. അപ്പോൾ ഈ ഒരു മിസ്റ്ററി, ഈ ഒരു സീക്രട്ടിൻ്റെ എക്സ്പ്ലനേഷൻ വളരെ സിമ്പിളായിരുന്നു. ദ ബിവൈൽഡേർഡ് ബോയ്സ് ഹാഡ് ബീൻ ഫോളോയിങ് എ സയൻറ്റിസ്റ്റ് ഹു ഹാഡ് ജസ്റ്റ് ഡിസ്കവേർഡ് ഹൗ ടു മേക്ക് ദ ഹ്യൂമൻ ബോഡി ട്രാൻസ്പെറൻറ്റ്. ബിവൈൽഡേർഡ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കൺഫ്യൂസ്ഡ്. ഇപ്പോൾ ഈ കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള ബോയ്സ് ഫോളോ ചെയ്തിരുന്നത് ഒരു സയൻറ്റിസ്റ്റിനെ ആയിരുന്നു. അദ്ദേഹം ഇങ്ങനെ ബോഡി ട്രാൻസ്പെറൻ്റ് ആയിട്ട് ഇൻവിസിബിൾ ആവാനുള്ള ഒരു കണ്ടുപിടുത്തം നടത്തിയിരുന്നു. അപ്പോൾ അങ്ങനെയുള്ള ഒരു സയൻറ്റിസ്റ്റിനെയാണ് ഇവർ ഇത്രയും നേരം ഫോളോ ചെയ്തുകൊണ്ടിരുന്നിരുന്നത്. Griffin, the scientist, had carried out experiment after experiment to prove that the human body could become invisible. ഇപ്പോൾ സയൻറ്റിസ്റ്റിൻ്റെ പേര് ഗ്രിഫിൻ എന്നാണ്. ഇപ്പോൾ കുറേ എക്സ്പെരിമെൻറ്റ്സ് നടത്തിയതിന് ശേഷമാണ് ഹ്യൂമൻ ബോഡി ഇൻവിസിബിൾ ആവാനുള്ള ഒരു കണ്ടുപിടുത്തം അദ്ദേഹം നടത്തിയത്. Finally, he swallowed certain red drugs and his body became as transparent as a sheet of glass, though it also remained as solid as glass. അപ്പോൾ ഇദ്ദേഹം തന്നെ കണ്ടുപിടിച്ച മരുന്ന് കഴിച്ചുകൊണ്ട് ഒരു ഇങ്ങനെ ട്രാൻസ്പെറൻ്റ് ആയിട്ട്, ഒരു ഷീറ്റ് ഓഫ് ഗ്ലാസ് പോലെ അത്രയും ട്രാൻസ്പെറൻ്റ് ആയിട്ട് ബോഡിയെ മാറ്റുകയാണ്. അപ്പോൾ ഇതൊരു സോളിഡ് ഗ്ലാസ് പോലെയാണ് ഇരിക്കുന്നത്. അതായത് ഇതുപോലെ ഗ്ലാസ് പോലെ ട്രാൻസ്പെറൻ്റ് ആണ്. അപ്പോൾ ഇപ്പോൾ ഈ ഫിഗറിൽ നമുക്കിത് കാണാനായിട്ട് കുറച്ചും കൂടെ ക്ലിയർ ആയിട്ടാണ് കാണിക്കുന്നത്. പക്ഷേ ഇതിനേക്കാളും ട്രാൻസ്പെറൻ്റ് ആയിട്ട് നമുക്കിങ്ങനെ എയറിൽ നിൽക്കുമ്പോൾ ഇങ്ങനെ ഒരാളുണ്ടെന്ന് തോന്നില്ല.
അത്രയും ട്രാൻസ്പെറൻ്റ് ആണ്. പക്ഷെ നമുക്ക് ടച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ അറിയാൻ പറ്റും. കാരണം ഇതൊരു ഗ്ലാസ് പോലെ അത്രയും സോളിഡ് ആണ്, നല്ല കട്ടിയുണ്ട് ബേസിക്കലി. പക്ഷേ എയറിൽ നിൽക്കുമ്പോൾ അത്രയ്ക്കും ഒരു ഷീറ്റ് ഓഫ് ഗ്ലാസ് പോലെ അത്രയും ട്രാൻസ്പെറൻ്റ് ആയതുകൊണ്ട് നമുക്ക് കാണാനും കഴിയില്ല, കംപ്ലീറ്റ്ലി ഇൻവിസിബിൾ ആയിരിക്കും. കണ്ടോ, അപ്പോൾ കാലുകളൊക്കെ ഉണ്ട്, തല ഒഴിച്ചിട്ടുള്ള എല്ലാ ബോഡി പാർട്സും ഉണ്ട്. അപ്പോൾ ഈ കാലുകളൊക്കെ ചെളിയിലൊക്കെ പുറണ്ടിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ആ കാൽപ്പാടുകളാണ് വന്നത്. പക്ഷേ പെട്ടെന്ന് നോക്കുമ്പോൾ ആർക്കും ഇങ്ങനെ എയറിൽ ഇങ്ങനെ ഒരാളെ കാണാൻ സാധിക്കില്ല. അപ്പോൾ ഈ ഒരു രൂപത്തിലാണ് ഇദ്ദേഹം എല്ലായിടത്തും ചെല്ലുന്നത്. ബ്രില്യൻ സയൻറ്റിസ്റ്റ് ദോ ഹി വാസ്, ഗ്രിഫിൻ വാസ് റാദർ എ ലോലെസ് പേഴ്സൺ. അപ്പോൾ എങ്ങനെയുള്ള ആളായിരുന്നു സയൻറ്റിസ്റ്റ്? വളരെ ബ്രില്യൻ്റ് ആയിട്ടുള്ള ഒരാളായിരുന്നു, പക്ഷെ അതേസമയം തന്നെ ഒരു ലോലെസ് പേഴ്സൺ, അതായത് നിയമങ്ങളൊന്നും അനുസരിക്കാത്ത, ഒരു മോറൽ വാല്യൂസ് ഒന്നും ഇല്ലാത്ത ഒരു പേഴ്സൺ ആയിരുന്നു. ഹിസ് ലാൻഡ് ലോഡ് ഡിസ്ലൈക്ഡ് ഹിം ആൻഡ് ട്രൈ ടു ഇജക്ട് ഹിം. അപ്പോൾ അദ്ദേഹം താമസിച്ചിരുന്ന ആ വീടിൻ്റെ, റെൻറ്റിന് താമസിച്ചിരുന്ന വീടിൻ്റെ ഓണറിന് ഇദ്ദേഹത്തെ ഇഷ്ടമല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ അവിടെ നിന്ന് പുറത്താക്കാൻ ട്രൈ ചെയ്തു. ഇൻ റിവഞ്ച് ഗ്രിഫിൻ സെറ്റ് ഫയർ ടു ദ ഹൗസ്. അപ്പോൾ അതിൻ്റെ പ്രതികാരമായിട്ട് ഈ സയൻറ്റിസ്റ്റ് ആ വീടിന്, ലാൻഡ് ലോഡിൻ്റെ വീടിന് തീ വെച്ചു. ടു ഗെറ്റ് അവേ വിത്തൗട്ട് ബീങ് സീൻ ഹി ഹാഡ് ടു റിമൂവ് ഹിസ് ക്ലോത്ത്സ്. അപ്പോൾ ഇങ്ങനെ തീ വെച്ചിട്ട് ഇൻവിസിബിളായിട്ട് മാറി അവിടെ നിന്ന് എസ്കേപ്പ് ആവും. അപ്പോൾ ഇൻവിസിബിളായിട്ട് മാറാനായിട്ടുള്ള ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ക്ലോത്ത്സ് റിമൂവ് ചെയ്യുക എന്നുള്ളതാണ്. അതായത് ബോഡി മാത്രമാണ് ഇൻവിസിബിൾ ആക്കി മാറ്റാനുള്ള കഴിവുള്ളത്, പക്ഷേ ഡ്രസ്സൊക്കെ ആളുകൾക്ക് വിസിബിൾ ആയിരിക്കും. അപ്പോൾ ഇൻവിസിബിൾ ആവണമെന്നുണ്ടെങ്കിൽ ആദ്യം തന്നെ ക്ലോത്ത്സ് ഒക്കെ റിമൂവ് ചെയ്യണം. അപ്പോൾ ഇങ്ങനെ ഫയർ വീടിന് വെച്ചുകൊണ്ട് ക്ലോത്ത്സ് ഒക്കെ റിമൂവ് ചെയ്തു. ദസ് ഇറ്റ് വാസ് ദാറ്റ് ഹി ബിക്കെയിം എ ഹോംലെസ് വാണ്ടറർ വിതൗട്ട് ക്ലോത്ത്സ്, without money and quite invisible until he happened to step in some mud and left footprints as he walked. അങ്ങനെ ആ വീടിന് തീ വെച്ച് അവിടെ നിന്ന് രക്ഷപ്പെടാനായിട്ട് ഡ്രസ്സൊക്കെ റിമൂവ് ചെയ്ത് ഇങ്ങനെ ഇൻവിസിബിൾ ആയിട്ട് മാറി. അതിനുശേഷം ഒരു ഹോംലെസ് വാണ്ടറർ, വീടൊന്നും ഇല്ലാതെ ഇങ്ങനെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന ഒരാളായി മാറി. വിത്തൗട്ട് ക്ലോത്ത്സ്, വിത്തൗട്ട് മണി ആൻഡ് ക്വൈറ്റ് ഇൻവിസിബിൾ. എന്നിട്ടാണ് അങ്ങനെ ആ പോകുന്ന വഴിയിലാണ് എവിടെയോ ഇങ്ങനെ ഏതോ ചെളിയിലെല്ലാം കാല് മുങ്ങിപ്പോയിട്ട് അതും വെച്ചിട്ട് ഇവരുടെ വീട്ടിലോട്ട് കയറി പോകുന്നത്. അപ്പം അങ്ങനെയുള്ള ആ ഫുട് പ്രിൻറ്റ്സ് ആണ് പിന്നീട് ഈ ബോയ്സ് കാണുന്നത്. ഹി എസ്കേപ്ഡ് ഈസിലി ഇനഫ് ഫ്രം ദ ബോയ്സ് ഹു ഫോളോഡ് ഹിസ് ഫുട് പ്രിൻറ്റ്സ് ഇൻ ലണ്ടൻ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഫുട് പ്രിൻറ്റ്സ് ഫോളോ ചെയ്ത് ആരാണെന്ന് അന്വേഷിച്ചുകൊണ്ട് നടന്നിരുന്ന ആ ബോയ്സിൻ്റെ അടുത്ത് നിന്ന് അദ്ദേഹം വളരെ ഈസി ആയിട്ട് തന്നെ രക്ഷപ്പെട്ടു. ബട്ട് ഹിസ് അഡ്വഞ്ചേഴ്സ് വെർ ബൈ നോ മീൻസ് ഓവർ. പക്ഷേ ഇതുകൊണ്ടൊന്നും അദ്ദേഹത്തിൻ്റെ അഡ്വഞ്ചേഴ്സ്, സാഹസികതകൾ അവസാനിച്ചില്ല. ഹി ഹാഡ് ചോസൻ എ ബാഡ് ടൈം ഓഫ് ദ ഇയർ ടു വാണ്ടർ അബൌട്ട് ലണ്ടൻ വിത്തൗട്ട് ക്ലോത്ത്സ്. ക്ലോത്ത്സ് ഇല്ലാതെയാണ് അദ്ദേഹം ലണ്ടനിലൂടെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷേ വളരെ മോശമായിട്ടുള്ള ഒരു കാലാവസ്ഥ ഉള്ള ഒരു സമയമാണ് അദ്ദേഹം ഈ ഇയറിൽ ഇങ്ങനെ ക്ലോത്ത്സ് ഇല്ലാതെ നടക്കാനായിട്ട് തിരഞ്ഞെടുത്തത്. ഇറ്റ് വാസ് മിഡ് വിൻ്റർ. അപ്പോൾ ഇതൊരു വിൻ്റർ സീസൺ ആയിരുന്നു. ദ എയർ വാസ് ബിറ്റർലി കോൾഡ് ആൻഡ് ഹി കുഡ് നോട്ട് ഡു വിത്തൗട്ട് ക്ലോത്ത്സ്. അപ്പോൾ എയർ എന്ന് പറയുന്നത് അത്രയും കാറ്റുണ്ട്, തണുത്ത കാറ്റുണ്ട്. അതുകൊണ്ട് തന്നെ ക്ലോത്ത്സ് ഇല്ലാതെ നടക്കുക എന്ന് പറയുന്നത് വളരെയധികം ഡിഫിക്കൽട്ടായിട്ടുള്ള ഒരു സിറ്റുവേഷൻ ആയിരുന്നു. ഇൻസ്റ്റെഡ് ഓഫ് വാക്കിംഗ് അബൌട്ട് ദ സ്ട്രീറ്റ്സ് ഹി ഡിസൈഡഡ് ടു സ്ലിപ്പ് ഇൻ ടു എ ബിഗ് ലണ്ടൻ സ്റ്റോർ ഫോർ വാംത്ത്. അപ്പോൾ ഇങ്ങനെ ഈ സ്ട്രീറ്റ്സിലൂടെ നടക്കുന്നതിന് പകരം ഇദ്ദേഹം തീരുമാനിക്കുകയാണ് ഏതെങ്കിലും ഒരു ലണ്ടനിലുള്ള ഏതെങ്കിലും നല്ല ഒരു സ്റ്റോറിൽ പോയിട്ട്, അതായത് വാംത്തിന് വേണ്ടിയിട്ട്, റോഡിലൂടെ നടക്കാൻ കഴിയുന്നില്ല, അപ്പോൾ ഏതെങ്കിലും ഒരു സ്റ്റോറിൽ പോയിട്ട് റെസ്റ്റ് എടുക്കാം, പിന്നെ അവിടെ നിന്ന് എന്തെങ്കിലും ക്ലോത്ത്സ് ഒക്കെ അദ്ദേഹത്തിന് സ്റ്റീൽ ചെയ്യാനും കഴിയും. അപ്പോൾ അങ്ങനെ ഡിസൈഡ് ചെയ്യാണ്. സ്ലിപ്പ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പതുക്കെ മൂവ് ചെയ്യുക എന്നാണ് അർത്ഥം. Closing time arrived, and as soon as the doors were shut, Griffin was able to give himself the pleasure of clothing and feeding himself without regard to expense. അപ്പോൾ അവിടെ ഒരു ഷോപ്പിംഗ് കോംപ്ലക്സ് പോലെയുള്ള ഒരു സ്റ്റോറിൻ്റെ മുന്നിൽ അദ്ദേഹം നിൽക്കുകയാണ്. അപ്പോൾ അതൊക്കെ ക്ലോസിങ് ടൈം അറൈവ്ഡ്, അതായത് ഷോപ്സ് എല്ലാം ക്ലോസ് ചെയ്യുന്ന സമയമായി, ഡോർസൊക്കെ അടയ്ക്കാൻ തുടങ്ങി. ആ സമയത്ത് ഗ്രിഫിൻ വളരെ ഹാപ്പി ആയിരുന്നു. കാരണം പ്ലഷർ ഓഫ് ക്ലോത്തിങ് ആൻഡ് ഫീഡിങ് ഹിംസെൽഫ്, അവിടെയുള്ള സ്റ്റോറിൽ നിന്നും എന്തെങ്കിലും ഡ്രസ്സൊക്കെ മോഷ്ടിച്ചുകൊണ്ട് അത് ധരിക്കാനും സാധിക്കും. അതേസമയം ഫീഡിങ്ങിന് വേണ്ടിയിട്ട് എന്തെങ്കിലും കഴിക്കാനും കിട്ടും അടുത്തുള്ള സ്റ്റോറിൽ നിന്ന്, വിത്തൗട്ട് റിഗാർഡ് ടു എക്സ്പെൻസ്. അതായത് അതിൻ്റെ വിലയൊന്നും കൺസിഡർ ചെയ്യേണ്ട കാര്യമില്ല. കാരണം ഇൻവിസിബിളായി ചെന്നുകൊണ്ട് മോഷ്ടിക്കാനാണ് പ്ലാൻ ചെയ്യുന്നത്, അല്ലേ? ശരിക്കും വില കൊടുത്ത് വാങ്ങിക്കുന്ന ഒരാൾക്കാണ് എക്സ്പെൻസിനെ കുറിച്ച് ബോധർ ചെയ്യേണ്ട കാര്യമുള്ളൂ. അപ്പോൾ എക്സ്പെൻസ് ഒന്നും ഇദ്ദേഹത്തിന് പ്രശ്നമേ ആയിരുന്നില്ല. ഹി ബ്രോക്ക് ഓപ്പൺ ബോക്സസ് ആൻഡ് റാപ്പേഴ്സ് ആൻഡ് ഫിറ്റഡ് ഹിംസെൽഫ് ഔട്ട് വിത്ത് വാം ക്ലോത്ത്സ്. ഇപ്പോൾ ഡ്രസ്സ് വെച്ചിട്ടുള്ള ബോക്സസ് ഒക്കെ കുത്തി തുറന്ന് അതിൻ്റെ റാപ്പേഴ്സ്, ഡ്രസ്സ് കവർ ചെയ്ത് വെച്ചിട്ടുള്ള ഇതൊക്കെ എടുത്ത് മാറ്റി അതിൽ നിന്നും വാം ക്ലോത്ത്സ് എടുത്തിട്ട് ധരിക്കുകയാണ്. സൂൺ വിത്ത് ഷൂസ് ആൻഡ് ഓവർകോട്ട് ആൻഡ് എ വൈഡ് ബ്രിംഡ് ഹാറ്റ് ഹി ബിക്കെയിം എ ഫുള്ളി ഡ്രസ്ഡ് ആൻഡ് വിസിബിൾ പേഴ്സൺ. അതിനുശേഷം ഷൂസ്, ഓവർകോട്ട്, പിന്നെ വൈഡ് ബ്രിംഡ് ആയിട്ടുള്ള ഹാറ്റൊക്കെ ധരിച്ച് അദ്ദേഹം ഫുള്ളി ഡ്രസ്ഡ് ആയിട്ടുള്ള ഒരു വിസിബിൾ പേഴ്സണെ പോലെ തന്നെ കാണപ്പെട്ടു. ഇതുപോലെ.
In the kitchen of the restaurant, he found cold meat and coffee and he followed up the meal with sweets and wine taken from the grocery store. അപ്പോൾ ആ ഷോപ്പിംഗ് കോംപ്ലക്സിൻ്റെ അകത്ത് റെസ്റ്റോറൻറ്റിലെ കിച്ചണിൽ പോയിട്ട് കോൾഡ് മീറ്റും കോഫിയൊക്കെ കഴിച്ചു. അതിനുശേഷം ഗ്രോസറി സ്റ്റോറിൽ നിന്നും എടുത്ത സ്വീറ്റ്സും വൈനും ഒക്കെ കഴിച്ചു. ഫൈനലി ഹി സെറ്റിൽ ഡൗൺ ടു സ്ലീപ്പ് ഓൺ എ പൈൽ ഓഫ് ക്വിൽസ്. അപ്പോൾ ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം ഉറങ്ങാനായിട്ട് ക്വിൽട്ട് എന്ന് വെച്ചാൽ പുതപ്പെന്നാണ്. പുതപ്പുകൾ ഇങ്ങനെ പൈൽ ഓഫ് ക്വിൽട്ട് എന്ന് വെച്ചാൽ പുതപ്പ് ഇങ്ങനെ അടക്കി വെച്ചിട്ടുണ്ട് ഒന്നിന് മേലെ ഒന്നായിട്ട്. അപ്പോൾ അതിന് താഴെ പോയിട്ട് സെറ്റിൽ ഡൗൺ ചെയ്യുന്ന വെച്ചാൽ അതിന് താഴെ ഉറങ്ങാൻ കിടക്കും. If only Griffin had managed to wake up in good time, all might have been well. കിടന്നുറങ്ങിപ്പോയിട്ട് സയൻറ്റിസ്റ്റ് സമയത്തിന് എഴുന്നേറ്റിരുന്നുണ്ടെങ്കിൽ ഒരു പ്രശ്നവും വരില്ലായിരുന്നു, എല്ലാം നല്ല രീതിയിൽ തന്നെ പോയേനെ. ആസ് ഇറ്റ് വാസ് ഹി ഡിഡ് നോട്ട് വേക്ക് അപ്പ് അണ്ടിൽ ദ അസിസ്റ്റൻസ് വർ ഓൾറെഡി അറൈവിങ് നെക്സ്റ്റ് മോർണിംഗ്. പക്ഷേ ഈ ഷോപ്പിലെ അസിസ്റ്റൻസ്, അതായത് ഷോപ്പിലെ വർക്കേഴ്സ് നെക്സ്റ്റ് മോർണിംഗിൽ എത്തുന്നത് വരെ അദ്ദേഹത്തിന് എണീക്കാൻ സാധിച്ചില്ല. അതായത് അവരൊക്കെ വരുന്നതിന് മുമ്പേ അവിടെ നിന്ന് രക്ഷപ്പെടണമെന്നായിരിക്കണം വിചാരിച്ചിരുന്നത്, പക്ഷേ കിടന്ന് ഉറങ്ങിപ്പോയി. വെൻ ഹി സോ എ കപ്പിൾ ഓഫ് ദം അപ്രോച്ചിങ് ഹി പാനിക്ഡ് ആൻഡ് ബിഗാൻ ടു റൺ. അപ്പോൾ കുറച്ച് ആളുകൾ ഇദ്ദേഹത്തിൻ്റെ അടുത്തോട്ട് വരുന്നത് കണ്ടപ്പോൾ പെട്ടെന്ന് പേടിച്ചിട്ട് അവിടെ നിന്നും ഇറങ്ങി ഓടാൻ തുടങ്ങി. അതായത് ഡ്രസ്സൊക്കെ ഇട്ടപ്പോൾ ഇൻവിസിബിൾ അല്ല, വിസിബിൾ ആയിട്ടുള്ള ഒരു പേഴ്സണാണ്. അപ്പോൾ അവരുടെ ഷോപ്പിൽ പരിചയമില്ലാത്ത ഒരാൾ അവിടുത്തെ ഡ്രസ്സൊക്കെ ഇട്ട് കിടക്കുന്നത് കണ്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവരിത് എന്താണെന്ന് വിചാരിച്ചിട്ട് ഇയാളെ അറ്റാക്ക് ചെയ്യും. അപ്പോൾ അതുകൊണ്ട് തന്നെ പേടിച്ചിട്ട് അവിടെ നിന്ന് ഓടാൻ തുടങ്ങി. ദേ നാച്ചുറലി ഗേവ് ചേസ്. അപ്പോൾ അതൊരു ചേസായി മാറി. ഇൻ ദ എൻഡ് ഹി വാസ് ഏബിൾ ടു എസ്കേപ്പ് ഓൺലി ബൈ ക്വിക്ക്ലി ടേക്കിംഗ് ഓഫ് ഹിസ് ന്യൂലി ഫൗണ്ട് ക്ലോത്ത്സ്. അപ്പോൾ അവസാനം ഈ പുതുതായിട്ട് ഇട്ട ഡ്രസ്സുകൾ അദ്ദേഹത്തിന് ടേക്ക് ഓഫ് ചെയ്യേണ്ട, അതായത് റിമൂവ് ചെയ്യേണ്ട വന്നു. കാരണം ഇൻവിസിബിൾ ആയിട്ടാണ് പെട്ടെന്ന് രക്ഷപ്പെടാൻ കഴിയുള്ളൂ. ഡ്രസ്സ് ഇട്ടിട്ടുണ്ടെങ്കിൽ വിസിബിൾ ആണ്. അപ്പോൾ ഈ ഡ്രസ്സ് ഓരോന്നായിട്ട് ഇനി റിമൂവ് ചെയ്യണം. സോ വൺസ് മോർ ഹി ഫൗണ്ട് ഹിംസെൽഫ് ഇൻവിസിബിൾ ബട്ട് നേക്കഡ് ഇൻ ദ ചിൽ ജാനുവരി എയർ. അപ്പോൾ ഒരു തവണ കൂടെ അദ്ദേഹം ഇങ്ങനെ ഇൻവിസിബിൾ ആയിട്ട് ഡ്രസ്സൊന്നും ഇല്ലാതെ നേക്കഡായിട്ട് ഈ ജനുവരിയിലെ ഭയങ്കര തണുത്ത എയറിലൂടെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ദിസ് ടൈം ഹി ഡിസൈഡഡ് ടു ട്രൈ ദ സ്റ്റോക്ക് ഓഫ് എ തിയേറ്ററിക്കൽ കമ്പനി ഇൻ ദ ഹോപ്പ് ഓഫ് ഫൈൻഡിങ് നോട്ട് ഓൺലി ക്ലോത്ത്സ് ബട്ട് ഓൾസോ സംതിങ് ദാറ്റ് വുഡ് hide the empty space above his ഷോൾഡേഴ്സ്. അപ്പം ഇത്തവണ ഏതെങ്കിലും ഡ്രസ് സ്റ്റോറിൽ നിന്ന് ഡ്രസ്സ് മോഷ്ടിക്കുന്നതിന് പകരം ഏതെങ്കിലും ഒരു തിയേറ്ററിക്കൽ കമ്പനി, അതായത് ഏതെങ്കിലും നാടകശാല, അപ്പം അതിൻ്റെ സ്റ്റോക്സ് ഉണ്ടാവും. അതായത് നാടകത്തിന് ഉള്ള എന്ന് പറയുമ്പോൾ ഡ്രസ്സ് മാത്രമല്ല, ഒരുപാട് പ്രോപ്പർട്ടീസ് ഉണ്ടാവും, വിഗും അങ്ങനെയുള്ള ഒരുപാട് സാധനങ്ങളുണ്ടാവും. അപ്പം അങ്ങനെയുള്ള ഏതെങ്കിലും ഒരു സ്ഥലത്ത് നിന്ന് മോഷ്ടിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെയാകുമ്പോൾ ഡ്രസ്സ് മാത്രമല്ല, എംപ്റ്റി സ്പേസ് അബവ് ഹിസ് ഷോൾഡേഴ്സ് എന്ന് ഉദ്ദേശിച്ചിരിക്കുന്നത് ഇവിടെ ഹെഡാണ്. ഇദ്ദേഹത്തിന് തലയില്ല. അപ്പോൾ തലയുടെ ഭാഗത്ത് തലയില്ലാത്ത ഒരാളെ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവരും പേടിച്ചു പോവും അല്ലേ. അപ്പോൾ തലയ്ക്ക് പകരം അവിടെ ഫിറ്റ് ചെയ്യാനായിട്ട് എന്തെങ്കിലും വേണം. അപ്പോൾ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഇങ്ങനെ ഒരു തിയേറ്ററിക്കൽ കമ്പനിയിൽ നിന്നായിരിക്കും കിട്ടുന്നത്. അപ്പം അങ്ങനെ എന്തെങ്കിലും കൂടെ ഇത്തവണ മോഷ്ടിക്കണമെന്ന് അദ്ദേഹം പ്ലാൻ ഇടുകയാണ്. ഷിവറിംഗ് വിത്ത് കോൾഡ് ഹി ഹറീഡ് ടു ഡ്രൂറി ലെയിൻ ദ സെൻറ്റർ ഓഫ് ദ തിയേറ്റർ വേൾഡ്. അപ്പോൾ ആ കോൾഡിൽ തണുത്ത് വരച്ചുകൊണ്ട് ഡ്രൂറി ലെയിൻ എന്ന് പറയുന്നത് ഈ തിയേറ്റർ വേൾഡിൻ്റെ ഒരു സെൻറ്റർ, അതായത് ഇങ്ങനെ ഒരുപാട് തിയേറ്ററിക്കൽ കമ്പനിയൊക്കെ ഉള്ള ഒരു സ്ഥലം. അപ്പോൾ അവിടേക്ക് പോവുകയാണ്. ഹി സൂൺ ഫൗണ്ട് എ സ്യൂട്ടബിൾ ഷോപ്പ്. അപ്പോൾ ആ പ്ലേസിലായിട്ട് സ്യൂട്ടബിൾ ആയിട്ടുള്ളൊരു ഷോപ്പ് ഉണ്ട്, അതായത് അദ്ദേഹത്തിന് വേണ്ട സാധനങ്ങളൊക്കെ ഉള്ള ഒരു ഷോപ്പ് കണ്ടു. ഹി മെയ്ഡ് ഹിസ് വേ ഇൻവിസിബിൾ അപ്സ്റ്റേഴ്സ് ആൻഡ് കെയിം ഔട്ട് എ ലിറ്റിൽ ലേറ്റർ വയറിംഗ് ബാൻഡേജസ് റൗണ്ട് ഹിസ് ഫോർഹെഡ്. അപ്പോൾ അങ്ങോട്ട് ഇൻവിസിബിളായി പോയിക്കൊണ്ട് സ്റ്റെയർസൊക്കെ കയറി അതിൻ്റെ അകത്ത് ചെന്ന് സാധനങ്ങളൊക്കെ എടുത്ത് കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ തിരിച്ചു വന്നപ്പോൾ ഇങ്ങനെ രൂപമാറ്റം ഒത്തിരി വരുത്തിയിട്ടാണ് തിരിച്ചു വരുന്നത്. അപ്പോൾ അതെന്തൊക്കെയാണെന്നാണ് പറയുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ വയറിംഗ് ബാൻഡേജസ് റൗണ്ട് ഹിസ് ഫോർഹെഡ്, അതായത് തലയുടെ സ്ഥാനത്തൊന്നുമില്ല, തലയില്ലാത്ത മനുഷ്യനാണ്. അപ്പോൾ അവിടെ ഇങ്ങനെ എന്തെങ്കിലും വെച്ചിട്ട് റീപ്ലേസ് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇങ്ങനെ ബാൻഡേജസ്, അതായത് ഇങ്ങനെ ബാൻഡേജസ് ചുറ്റിയിട്ട് നമ്മുടെ തലയുടെ ഷേപ്പിലുണ്ട്. അപ്പോൾ അതിങ്ങനെ അവിടെ വെക്കുകയാണ്. അതിനുശേഷം ഡാർക്ക് ഗ്ലാസ് വെച്ചിട്ടുണ്ട്. ഫാൾസ് നോസ്, അതായത് ഒരു നോസ് ഇങ്ങനെ ഫാൾസ് ആയിട്ട് വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് മുഖത്ത്. പിക് ബുഷി സൈഡ് വിസ്കേഴ്സ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനത്തെ മീശ, അതായത് ചീക്സിനോട് ഇങ്ങനെ ചേർന്ന് നിൽക്കുന്ന വെപ്പ് മീശയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. ആൻഡ് എ ലാർജ് ഹാറ്റ്, എന്നിട്ട് വലിയൊരു തൊപ്പി തലയിലുണ്ടായിരുന്നു. To escape without being seen, he carelessly attacked the shopkeeper from behind, after which he robbed him of all the money he could find. അപ്പോൾ ഈ ഡ്രസ്സൊക്കെ ധരിച്ചു കഴിഞ്ഞപ്പോൾ ഇദ്ദേഹം പിന്നെയും വിസിബിളായിട്ട് മാറി. അപ്പോൾ ആ ഷോപ്പിലെ ഷോപ്പ് കീപ്പർ ഉള്ള സമയമായിരുന്നു. അപ്പോൾ മുന്നിൽ ചെന്ന് പെട്ടിട്ടുണ്ടെങ്കിൽ രക്ഷപ്പെടാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അങ്ങനെ രക്ഷപ്പെടാനായിട്ട് ഈ ഷോപ്പ് കീപ്പറിനെ പിന്നിൽ നിന്നും ആക്രമിക്കുകയാണ്. കാലസ്ലി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ക്രൂവലായിട്ട്, ഭയങ്കര ക്രൂരമായിട്ട് അറ്റാക്ക് ചെയ്യും. അതുമാത്രമല്ല, ആ ഷോപ്പിലുണ്ടായിരുന്ന എല്ലാ മണിയും മോഷ്ടിക്കുകയും ചെയ്യും. Eager to get away from the crowded London, he took a train to the village of Iping, where he booked 2 rooms at the
ലോക്കൽ ഇൻ. അപ്പോൾ ഈ ലണ്ടൻ എന്ന് പറയുന്ന സ്ഥലം ഭയങ്കര ക്രൗഡഡ് ആണ്. അപ്പോൾ ഒത്തിരി ആളുകളുടെ ഇടയിൽ ഇങ്ങനെ ഈ ഒരു സ്ട്രേഞ്ച് അപ്പിയറൻസ് ആയിട്ട് ജീവിച്ചു പോകാനായിട്ട് ബുദ്ധിമുട്ടാണ്. അപ്പോൾ അവിടെ നിന്നും മാറാനായിട്ട് ഒരു ട്രെയിൻ ബുക്ക് ചെയ്തിട്ട് എങ്ങോട്ടാണ് പോകുന്നത്? ഐപ്പിംഗ് എന്ന് പറയുന്ന ഒരു വില്ലേജിലോട്ട്. അവിടെ എന്നിട്ട് ഒരു ലോക്കൽ ഇന്നിൽ, അവിടെയുള്ള ഒരു സാധാരണ ലോഡ്ജിൽ 2 റൂംസും ഇദ്ദേഹത്തിന് വേണ്ടിയിട്ട് ബുക്ക് ചെയ്യുകയാണ്. The arrival of a stranger at an inn in winter was in any case an unusual event. അപ്പോൾ ഈ ഒരു ഇന്നിൽ, ഇങ്ങനെ ഒരു വില്ലേജ് ഇന്നിൽ ഒരു സ്ട്രേഞ്ചർ ആ ഒരു സീസണിൽ അറൈവ് ചെയ്യുക എന്ന് പറയുന്നത് വളരെ അൺയൂഷ്വൽ ആയിട്ടുള്ള ഒരു ഇവൻ്റ് ആയിരുന്നു. കാരണം ആ ഒരു സീസണിൽ ആരും അങ്ങനെ താമസം മാറുകയോ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഒരു സാധാരണ സ്ഥലത്ത് വന്ന് അങ്ങനെ താമസിക്കുകയോ ഒന്നും ചെയ്യുന്നുണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് വളരെയധികം അൺയൂഷ്വൽ ആയിട്ടുള്ള ഒരു ഇവൻ്റ് ആയിരുന്നു. എ സ്ട്രേഞ്ചർ ഓഫ് സച്ച് അൺകോമൺ അപ്പിയറൻസ് സെറ്റ് ഓൾ ടങ്സ് വാഗിങ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അപ്പിയറൻസ് എന്ന് പറയുന്നത് ഭയങ്കര സ്ട്രേഞ്ച് ആയിട്ടുള്ളൊരു അപ്പിയറൻസ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെയുള്ള എല്ലാ ആളുകളും ഇങ്ങനെ സംസാരിക്കാൻ തുടങ്ങി അതിനെക്കുറിച്ച്. ടങ്സ് വാഗിങ് എന്ന് വെച്ചാൽ ടോക്കിംഗ് എ ലോട്ട് എന്നാണ് അർത്ഥം. എല്ലാവരും ഇതിനെക്കുറിച്ചിട്ട് ഇങ്ങനെ ഒത്തിരി സംസാരിച്ചു, ഈ ഒരു സ്ട്രേഞ്ച് അപ്പിയറൻസിനെ കുറിച്ചിട്ടും ഇങ്ങനെ ഒരു സ്ട്രേഞ്ചർ ഈ ഒരു സീസണിൽ ഇവിടെ ഇങ്ങനെ വന്ന് താമസിക്കുന്നതിനെ കുറിച്ചൊക്കെ. മിസ്സിസ് ഹോൾ, ദ ലാൻഡ് ലോർഡ്സ് വൈഫ്, മെയ്ഡ് എവറി എഫേർട്ട് ടു ബി ഫ്രണ്ട്ലി. അപ്പോൾ ഈ ഇദ്ദേഹം താമസിക്കുന്ന ഇന്നിൻ്റെ ഓണറിൻ്റെ വൈഫിൻ്റെ പേരാണ് മിസ്സിസ് ഹോൾ. അപ്പോൾ ഈ സയൻറ്റിസ്റ്റായിട്ട് മാക്സിമം ഫ്രണ്ട്ലി ആവാനായിട്ട് അവരെല്ലാ എഫേർട്ടും എടുത്തു. ബട്ട് ഗ്രിഫിൻ ഹാഡ് നോ ഡിസയർ ടു ടോക്ക് ആൻഡ് ടോൾഡ് ഹെർ, മൈ റീസൺ ഫോർ കമ്മിങ് ടു ഐപ്പിംഗ് ഇസ് എ ഡിസയർ ഫോർ സോളിറ്റ്യൂഡ്. അപ്പോൾ ഈ സ്ത്രീ ഇങ്ങനെ ഭയങ്കര ഫ്രണ്ട്ലി ആവാനും സംസാരിക്കാനൊക്കെ ശ്രമിച്ചപ്പോൾ ഗ്രിഫിന് സംസാരിക്കാനായിട്ട് ഒരു താല്പര്യം ഉണ്ടായിരുന്നില്ല. അത് മാത്രമല്ല അവരോട് പറയുകയും ചെയ്തു, ഞാനിങ്ങനെ ഐപ്പിംഗ് പോലെയുള്ള ഒരു സൈലൻറ്റ് വില്ലേജിൽ വരാൻ കാരണം എനിക്കിങ്ങനെ സോളിറ്റ്യൂഡ് ആഗ്രഹിച്ചിട്ടാണ്, അതായത് ഒരു ലോൺലിനെസ്, ഏകാന്തത ആഗ്രഹിച്ചിട്ടാണ്. ഐ ഡു നോട്ട് വിഷ് ടു ബി ഡിസ്റ്റർബ്ഡ് ഇൻ മൈ വർക്ക്. അപ്പോൾ ആരും തന്നെ എൻ്റെ വർക്കിൽ ഡിസ്റ്റർബ് ചെയ്യുന്നതൊന്നും എനിക്കിഷ്ടമല്ല. ബിസൈഡ്സ് എൻ ആക്സിഡൻറ്റ് ഹാസ് എഫക്റ്റഡ് മൈ ഫേസ്. അത് മാത്രമല്ല ഒരു ആക്സിഡൻറ്റിലാണ് എൻ്റെ ഫേസ് ഇങ്ങനെ ആയതെന്നും പറയാണ്. കാരണം ഈ ഒരു ഫേസിൻ്റെ ഈ ഒരു സ്ട്രേഞ്ച് അപ്പിയറൻസ് കാണുമ്പോൾ എല്ലാവരും ഇങ്ങനെ ശ്രദ്ധിക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അദ്ദേഹം പറയുന്ന റീസൺ ആക്സിഡൻറ്റിൽ ഫേസ് ഇങ്ങനെ എഫക്റ്റഡ് ആയതാണെന്നാണ് പറയുന്നത്. Satisfied that her guest was an eccentric scientist and in a view of the fact that he had paid her in advance, Mrs. Hall was prepared to excuse his strange habits and irritable temper. അപ്പോൾ ഈ ഗസ്റ്റ് എന്ന് പറയുന്നത്, സയൻറ്റിസ്റ്റ് എന്ന് പറയുന്ന ഒരു എക്സെൻട്രിക് സയൻറ്റിസ്റ്റ്, അത് ഭയങ്കര സ്ട്രേഞ്ച് ആയിട്ട് ബിഹേവ് ചെയ്യുന്ന ഒരു സയൻറ്റിസ്റ്റ് ആയിരുന്നെങ്കിലും അദ്ദേഹം മുഴുവനായിട്ടും ഈ റെൻ്റെല്ലാം അഡ്വാൻസ് ആയിട്ട് പേ ചെയ്തിരുന്നു. കാരണം പൈസ ഷോപ്പിൽ നിന്നും തിയേറ്ററിക്കൽ കമ്പനിയിൽ നിന്നും മോഷ്ടിച്ചിട്ടാണ് ഇവിടെ വരുന്നത്. അപ്പോൾ പൈസയൊക്കെ കൊടുക്കാനുണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെ അഡ്വാൻസ് ആയിട്ട് റെൻറ്റ് പേ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇയാളുടെ ഈ ഭയങ്കര സ്ട്രേഞ്ച് ആയിട്ടുള്ള ഹാബിറ്റ്സും ഇറിറ്റബിൾ ആയിട്ടുള്ള ടെമ്പർ, അതായത് ഭയങ്കര ഷോർട്ട് ടെമ്പർഡ്, പെട്ടെന്ന് ദേഷ്യം വരുന്ന ആ ഒരു സ്വഭാവമൊക്കെ സഹിക്കാനായിട്ട് മിസ്സിസ് ഹോൾ റെഡിയായിരുന്നു. But the stolen money did not last long and presently Griffin had to admit that he had no more ready cash. പക്ഷേ ആ മോഷ്ടിച്ച പൈസ അധികം നാൾ നീണ്ടു നിന്നിരുന്നില്ല. ആ എമൗണ്ട് തീർന്നപ്പോൾ പിന്നെ അദ്ദേഹത്തിൻ്റെ കയ്യിൽ പിന്നീട് റെൻറ്റ് കൊടുക്കാനായിട്ടുള്ള പൈസയൊന്നും ഉണ്ടായിരുന്നില്ല. ഹി പ്രിറ്റൻഡഡ് ഹൗവർ ദാറ്റ് ഹി വാസ് എക്സ്പെക്ടിങ് എ ചെക്ക് ടു അറൈവ് അറ്റ് എനി മൊമെൻറ്റ്. അപ്പോൾ പൈസ കൊടുക്കാനില്ലാതെ ആയപ്പോൾ അഭിനയിക്കേണ്ടി വന്നു. അതായത് മിസ്സസ് ഹോളിൻ്റെ അടുത്ത് എക്സ്ക്യൂസ് ചെയ്യാണ്, അദ്ദേഹത്തിന് ഒരു ചെക്ക് വരാനുണ്ട്, അപ്പോൾ അത് ക്രെഡിറ്റ് ആയതിനു ശേഷം പൈസ തരാമെന്ന്. ഷോർട്ട്ലി ആഫ്റ്റർവേർഡ്സ് എ ക്യൂരിയസ് എപ്പിസോഡ് ഒക്കേർഡ്. അപ്പോൾ താമസിയാതെ ഒരു ക്യൂരിയസ് എപ്പിസോഡ് ഒക്കെയാണ്. ക്യൂരിയസ് എപ്പിസോഡ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര സ്ട്രേഞ്ച് ആയിട്ടുള്ള ഒരു ഇൻസിഡൻറ്റ് ആ വില്ലേജിൽ ഹാപ്പൻ ചെയ്യുകയാണ്. എന്താണെന്ന് നോക്കാം. Very early in the morning, a clergyman and his wife were awakened by noises in the study. ക്ലർജിമാൻ എന്ന് വെച്ചാൽ ഒരു പുരോഹിതൻ എന്നാണ് അർത്ഥം. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഭാര്യയും കൂടെ അതിരാവിലെ ഇങ്ങനെ ഒരു സൗണ്ട് കേട്ടിട്ടാണ് എണീക്കുന്നത്. സ്റ്റഡി എന്ന് വെച്ചാൽ റൂം എന്നാണ് അർത്ഥം. അപ്പോൾ റൂമിൽ ഒരു പ്രത്യേക സൗണ്ട് കേട്ടിട്ട് ഇങ്ങനെ എഴുന്നേൽക്കുകയാണ്. ക്രീപ്പിംഗ് ഡൗൺ സ്റ്റെയർസ് ദേ ഹേർഡ് ദ ചിങ്ക് ഓഫ് മണി ബീങ് ടേക്കൺ ഫ്രം ദ ക്ലർജിമാൻസ് ഡെസ്ക്. അപ്പോൾ ഒരു മുകളിലാണ് കിടന്നുറങ്ങുന്നത്. അപ്പോൾ താഴത്തോട്ട് സ്റ്റെപ്പ് ഇറങ്ങി വരുമ്പോൾ അവർക്ക് ആ ഒരു ചിങ്ക് ഓഫ് മണി എന്ന് വെച്ചാൽ മണി ഇങ്ങനെ ഓപ്പൺ ചെയ്തെടുക്കുന്ന ഡെസ്കിൽ നിന്ന്, ക്ലർജിമാൻ്റെ താഴെയുള്ള റൂമിലെ ഡെസ്ക് ഓപ്പൺ ചെയ്തിട്ട് ആരോ ഇങ്ങനെ മണി എടുക്കുന്ന ഒരു സൗണ്ട് അവർക്ക് കേൾക്കാൻ കഴിഞ്ഞു. വിത്തൗട്ട് മേക്കിംഗ് എനി നോയ്സ് ആൻഡ് വിത്ത് എ പോക്കർ ഗ്രാസ്പ്ഡ് ഫേംലി ഇൻ ഹിസ് ഹാൻഡ് ദ ക്ലർജിമാൻ ഫ്ലങ് ഓപ്പൺ ദ ഡോർ. അപ്പോൾ ഇങ്ങനെ മണി എടുക്കുന്ന സൗണ്ട് കേട്ടപ്പോൾ എന്തെങ്കിലും കള്ളനായിരിക്കും എന്ന് ഇവർക്ക് മനസ്സിലായി. അപ്പോൾ സൗണ്ട് ഒന്നും ഉണ്ടാക്കാതെ ഒരു പോക്കർ, അതായത് ഇങ്ങനെ ഒരു അയൺ റോഡ്, അവരുടെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് ഒരു അയൺ റോഡ് കയ്യിൽ മുറുകി പിടിച്ചുകൊണ്ട് ക്ലർജിമാൻ ഫ്ലങ് ഓപ്പൺ ദ ഡോർ, പെട്ടെന്ന് തന്നെ പോയിട്ട് ഇങ്ങനെ ഡോറ് തുറക്കുകയാണ്. എന്നിട്ട് സറണ്ടർ എന്ന് പറഞ്ഞു.
Then to his amazement he realized that the room appeared to be empty. പക്ഷെ അദ്ദേഹം ഭയങ്കരധികം സർപ്രൈസ്ഡ് ആയി ആ റൂം കണ്ടപ്പോൾ. കാരണം ആ റൂം എംറ്റി ആയിരുന്നു. കാരണം ഇവർ അവിടെ ഒരു തീഫിനെ പ്രതീക്ഷിച്ചുകൊണ്ടാണ് ഡോറ് ഓപ്പൺ ചെയ്യുന്നത്. ഹി ആൻഡ് ഹിസ് വൈഫ് ലുക്ക്ഡ് അണ്ടർ ദ ഡെസ്ക് ആൻഡ് ബിഹൈൻഡ് ദ കർട്ടൺസ് ആൻഡ് ഈവൻ അപ്പ് ദ ചിമ്നി. അപ്പോൾ ഇദ്ദേഹം ഭാര്യയും കൂടെ എല്ലായിടത്തും ഇങ്ങനെ പരതാൻ തുടങ്ങി. കള്ളൻ എവിടെയെങ്കിലും ഒളിച്ചിരിക്കുന്നുണ്ടോ എന്ന് കരുതിയിട്ട് ഡെസ്കിൻ്റെ താഴെ, കർട്ടൻ്റെ ബിഹൈൻഡിൽ, ഈവൻ അപ്പ് ദ ചിമ്നി, ലൈറ്റിൻ്റെ മുകളിൽ വരെ അവർ സെർച്ച് ചെയ്തു. ദർ വാസിൻറ്റ് എ സൈൻ ഓഫ് എനിബഡി. പക്ഷെ ആരും തന്നെ അവിടെ ഉള്ളതിൻ്റെ ഒരു സൈനും ഉണ്ടായിരുന്നില്ല. യെറ്റ് ദ ഡെസ്ക് ഹാഡ് ബീൻ ഓപ്പൺ ആൻഡ് ദ ഹൗസ് കീപ്പിംഗ് മണി വാസ് മിസ്സിംഗ്. പക്ഷെ ഡെസ്ക് ഓപ്പൺഡ് ആയിരുന്നു, ആ ഹൗസ് കീപ്പിംഗ് മണി കാണാനും ഉണ്ടായിരുന്നില്ല. എക്സ്ട്രാ ഓർഡിനറി അഫെയർ ദ ക്ലർജിമാൻ കെപ്റ്റ് സെയിങ് ഫോർ ദ റെസ്റ്റ് ഓഫ് ദ ഡേ. അപ്പോൾ ആ ദിവസം മുഴുവനും ഈ ക്ലർജിമാൻ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു എക്സ്ട്രാ ഓർഡിനറി അഫെയർ, ഇത് ഭയങ്കര സ്ട്രേഞ്ച് ആയിട്ടുള്ള ഒരു ഇൻസിഡൻ്റ് ആയിരുന്നു എന്ന്. അപ്പോൾ റിയൽ ആയിട്ട് ഇവിടെ സംഭവിച്ചത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മുടെ സയൻറ്റിസ്റ്റ് ഇൻവിസിബിൾ ആയിട്ട് വന്നിട്ട് അവിടെ നിന്ന് മണി സ്റ്റീൽ ചെയ്യണം. കാരണം ഇനി റെൻറ്റ് പേ ചെയ്യണം. അപ്പോൾ അതിന് മണിയൊന്നും കിട്ടാനില്ല. അപ്പോൾ ഇൻവിസിബിൾ ആയിട്ട് വന്നിട്ട് ഈ ക്ലർജിമാൻ്റെ വീട്ടിൽ നിന്ന് മോഷ്ടിക്കാമെന്ന് പ്ലാൻ ചെയ്ത് വന്നിരിക്കുകയാണ്. അപ്പോൾ പക്ഷേ ഇൻവിസിബിൾ ആയതുകൊണ്ട് ഇവർക്ക് ഇദ്ദേഹത്തെ കാണാനും സാധിച്ചില്ല. അപ്പോൾ ആ ഒരു ഇൻസിഡൻ്റ് ആണ് എക്സ്ട്രാ ഓർഡിനറി അഫെയർ ആയിട്ട് ക്ലർജിമാൻ്റെ വീട്ടിൽ ഹാപ്പൻ ചെയ്തിരിക്കുന്നത്. ബട്ട് ഇറ്റ് വാസ് നോട്ട് ആസ് എക്സ്ട്രാ ഓർഡിനറി ആസ് ദ ബിഹേവിയർ ഓഫ് മിസ്സിസ് ഹോൾസ് ഫേർണിച്ചർ എ ലിറ്റിൽ ലേറ്റർ ദാറ്റ് മോർണിംഗ്. പക്ഷെ അത് അത്രമാത്രം എക്സ്ട്രാ ഓർഡിനറി ഒന്നും ആയിരുന്നില്ല. മിസ്സിസ് ഹോളിൻ്റെ ഫേർണിച്ചറിൻ്റെ ഒരു ഇൻസിഡൻറ്റ് അതേ ദിവസം രാവിലെ തന്നെ സംഭവിച്ചിട്ടുണ്ട്. അതായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇത് അത്ര വലിയ ഒരു എക്സ്ട്രാ ഓർഡിനറി ഇൻസിഡൻ്റ് ആയിരുന്നില്ല. അപ്പോൾ ആ ഇൻസിഡൻറ്റ് എന്താണെന്ന് ഇനി പറയാൻ പോവുകയാണ്. The landlord and his wife were up very early and were surprised to see the scientist's door wide open. അപ്പം അന്നേ ദിവസം രാവിലെ ആ മിസ്സിസ് ഹോളും അവരുടെ ഭർത്താവും വളരെ നേരത്തെ തന്നെ എഴുന്നേൽക്കുകയും സയൻറ്റിസ്റ്റിൻ്റെ ഡോർ ഇങ്ങനെ വൈഡ് ഓപ്പൺ ആയിട്ട്, റൂമിൻ്റെ ഡോർ ഇങ്ങനെ ഓപ്പൺ ആയി കിടക്കുന്നത് കണ്ടപ്പോൾ വളരെയധികം സർപ്രൈസ്ഡ് ആവുകയും ചെയ്തു. യൂഷ്വലി ഇറ്റ് വാസ് ഷട്ട് ആൻഡ് ലോക്ക്ഡ് ആൻഡ് ഹി വാസ് ഫ്യൂരിയസ് ഇഫ് എനി വൺ എൻറ്റേർഡ് ഹിസ് റൂം. സാധാരണയായിട്ട് എപ്പോഴും ഈ സയൻറ്റിസ്റ്റിൻ്റെ റൂം ഇങ്ങനെ ലോക്ക് ചെയ്ത് ക്ലോസ് ചെയ്തിട്ടിരിക്കുകയായിരിക്കും. അത് മാത്രമല്ല, ആരെങ്കിലും റൂമിൻ്റെ അടുത്തോട്ട് ചെല്ലുകയാണെങ്കിൽ അദ്ദേഹം ഭയങ്കര ഫ്യൂരിയസ് ആയിട്ട് ഭയങ്കര ദേഷ്യത്തിൽ പെരുമാറുകയും ചെയ്യും. ദ ഓപ്പർച്യൂണിറ്റി സീം ടു ഗുഡ് ടു ബി മിസ്ഡ്. അപ്പോൾ ഇവരെ സംബന്ധിച്ച് ഈ ഒരു നല്ലൊരു ഓപ്പർച്യൂണിറ്റി, നല്ലൊരു അവസരമായിട്ട് തോന്നി. ഇത് മിസ് ചെയ്ത് കളയണ്ടെന്ന് അവർക്ക് തോന്നിയാണ്. കാരണം ഇവർക്ക് ഈ സയൻറ്റിസ്റ്റിൻ്റെ പെരുമാറ്റത്തിലും അപ്പിയറൻസിലൊക്കെ ആകെ ഒരു മിസ്റ്ററി ഫീൽ ചെയ്യാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇദ്ദേഹം ഇല്ലാത്ത സമയത്ത് ആ റൂം ഒന്ന് ചെക്ക് ചെയ്യാമെന്ന് ഈ ഭാര്യയും ഭർത്താവും കൂടി ഡിസൈഡ് ചെയ്യാണ്. ദേ പീപ്ഡ് റൗണ്ട് ദ ഡോർ സോ നോ ബഡി ആൻഡ് ഡിസൈഡഡ് ടു ഇൻവെസ്റ്റിഗേറ്റ്. അപ്പോൾ അവർ ആ ഡോറിൻ്റെ അവിടെ പോയിട്ട് ഇങ്ങനെ പീപ്പ് ചെയ്തു എന്ന് വെച്ചാൽ ഇങ്ങനെ എത്തി നോക്കി. ആരും തന്നെ കാണാൻ കഴിഞ്ഞില്ല. അപ്പോൾ എന്തായാലും ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാം, നല്ലോണം ഒന്ന് സെർച്ച് ചെയ്യാമെന്ന് ഇവരിങ്ങനെ വിചാരിക്കുകയാണ്. The bed clothes were cold, showing that the scientist must have been up for some time. അപ്പോൾ ബെഡ്ഷീറ്റൊക്കെ നല്ല കോൾഡായിരുന്നു. അതായത് ആരെങ്കിലും കിടന്നിട്ടുള്ള ഉടനെയാണെങ്കിൽ ആ ബെഡ്ഷീറ്റൊക്കെ ഇങ്ങനെ ഒന്ന് ചൂടായിട്ടിരിക്കുന്നുണ്ടാവും. പക്ഷേ ഇതിങ്ങനെ തണുത്തിരിക്കുന്നത് കൊണ്ട് കുറച്ച് നേരം മുമ്പ് തന്നെ സയൻറ്റിസ്റ്റ് അവിടെ നിന്നും എഴുന്നേറ്റ് പോയി എന്നുള്ളത് ഇവർക്ക് മനസ്സിലായി. ആൻഡ് സ്ട്രേഞ്ചർ സ്റ്റിൽ ദ ക്ലോത്ത്സ് ആൻഡ് ബാൻഡേജസ് ദാറ്റ് ഹി ഓൾവേസ് were lying above the room. അപ്പോൾ അത് മാത്രമല്ല, അദ്ദേഹം ഇടാറുള്ള ഡ്രസ്സസും ബാൻഡേജസും എല്ലാം ആ ബെഡിന് മുകളിലായിട്ട് ഇരിക്കുന്നുണ്ടായിരുന്നു. അതായത് ഇൻവിസിബിളായിട്ട് പോകണം എന്നുണ്ടെങ്കിൽ ഡ്രസ്സും പ്രോപ്പർട്ടീസ് എല്ലാം റിമൂവ് ചെയ്യണം. അപ്പോൾ അതെല്ലാം റിമൂവ് ചെയ്ത് ഈ ബെഡിൽ വെച്ചുകൊണ്ടാണ് സയൻറ്റിസ്റ്റ് ക്ലർജിമാൻ്റെ വീട്ടിലോട്ട് പോയിരിക്കുന്നത്. ഓൾ ഓഫ് എ സഡൻ മിസ്സിസ് ഹോൾ ഹേർഡ് എ സ്നിഫ് ക്ലോസ് ടു ഹെർ ഇയർ. പെട്ടെന്നാണ് മിസ്സിസ് ഹോളിന് ഒരു ചെവിയിലേക്ക് ഒരു സൗണ്ട്, വല്ലാത്തൊരു സൗണ്ട്, സ്നിഫ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത് വല്ലാത്തൊരു ലൗഡ് നോയ്സ് വരുന്നത് പോലെ തോന്നി. A moment later, the hat on the bedpost leapt up and dashed itself into her face. കുറച്ച് കഴിഞ്ഞപ്പോൾ ഈ ബെഡ് പോസ്റ്റ്, അതായത് ബെഡിന് മുകളിൽ ഇരുന്നിരുന്ന ഹാറ്റ് ലെപ്റ്റപ്പ് ചെയ്യാന്ന് വെച്ചാൽ അതിങ്ങനെ ജമ്പ് ചെയ്ത് വരുന്ന പോലെ. അപ്പോൾ ഹാറ്റ് ഇങ്ങനെ പറന്നു വന്നിട്ട് അവരുടെ മുഖത്ത് വന്നിങ്ങനെ അടിച്ചു. ദെൻ ദ ബെഡ്റൂം ചെയർ ബിക്കെയിം അലൈവ്. അതിനുശേഷം ബെഡ്റൂമിൽ ഉണ്ടായിരുന്ന ഒരു ചെയറിന് ഇങ്ങനെ ജീവൻ വെച്ച പോലെ തോന്നി. സ്പ്രിങ്ങിങ് ഇൻ ടു ദ എയർ, ഈ ചാർട്ട് സ്ട്രെയിറ്റ് അറ്റ് ഹെർ ലെഗ്സ് ഫോർമോസ്റ്റ്. സ്പ്രിങ്ങിങ് ഇൻ ടു ദ എയർ എന്ന് വെച്ചാൽ എയറിലോട്ട് മൂവ് ചെയ്യുക. ഈ ചെയർ ഇങ്ങനെ എയറിലോട്ട് മൂവ് ചെയ്തിട്ട് അത് അവർക്ക് നേരെ, മിസ്സിസ് ഹോളിന് നേരെ വരാൻ തുടങ്ങി. ലെഗ്സ് ഫോർമോസ്റ്റ് എന്ന് വെച്ചാൽ മെയിനായിട്ടും ഈ ചെയറിൻ്റെ ലെഗ്സ് ആണ് ഇവർക്ക് നേരെ വന്നുകൊണ്ടിരുന്നത്. ആസ് ഷീ ആൻഡ് ഹെർ ഹസ്ബൻഡ് ടേൺഡ് അവേ ഇൻ ടെറർ, ദ എക്സ്ട്രാഓർഡിനറി ചെയർ പുഷ്ഡ് ദം ബോത്ത് ഔട്ട് ഓഫ് ദ റൂം ആൻഡ് ദെൻ അപ്പിയർ ടു സ്ലാം ആൻഡ് ലോക്ക് ദ ഡോർ ആഫ്റ്റർ ദം. അപ്പോൾ ഇവരും ഇവിടെ ഹസ്ബൻഡും ഇത് കണ്ടിട്ട്, ഈ ചെയർ ഇവിടെ നേരേക്ക് വരുന്നത് കണ്ട് പേടിച്ചിട്ട് അവരവിടെ നിന്നും പോകാൻ തുടങ്ങി. ആ സമയത്ത് ചെയർ വന്നിട്ട് ഇവരെ രണ്ടുപേരെയും പുഷ് ചെയ്ത് ആ റൂമിന് വെളിയിലാക്കി. എന്നിട്ട് സ്ലാം ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഡോർ ഇങ്ങനെ, റൂമിൻ്റെ ഡോർ ഇങ്ങനെ ഷട്ട് ചെയ്തു. എന്നിട്ട് ഡോറ് ലോക്കായി. മിസ്സിസ് ഹോൾ ഓൾമോസ്റ്റ് ഫെൽ ഡൗൺ ദ സ്റ്റെയേഴ്സ് ഇൻ ഹിസ്റ്ററിക്സ്. അപ്പോൾ ഇത് കണ്ട് പേടിച്ചിട്ട് ഓൾമോസ്റ്റ് അവർ താഴോട്ട് ഇറങ്ങി പോകുന്ന ആ സ്റ്റെയേഴ്സിൽ, ഹിസ്റ്ററിക്സ് എന്ന് വെച്ചാൽ ഭയങ്കര പേടിയോടുകൂടി, ഭയങ്കര ഭീതിയോടുകൂടി അവരങ്ങനെ അവിടെ വീണു. She was convinced that the room was haunted by spirits and that the stranger had somehow caused these to enter into her
ഫേർണിച്ചർ. അപ്പോൾ ഇവർക്ക് മനസ്സിലായ ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ റൂമിന് എന്തോ ആത്മാവ് ഒക്കെ വേട്ടയാടുന്നുണ്ട്, അവിടെ എന്തോ പ്രേതമൊക്കെ ഉണ്ടെന്നാണ് ഈ സ്ത്രീ വിശ്വസിക്കുന്നത്. ആൻഡ് ദാറ്റ് ദ സ്ട്രേഞ്ചർ ഹാഡ് സംഹൗ കോസ് ദീസ് ടു എൻ്റർ ഇൻ ടു ഹെർ ഫേർണിച്ചർ. അപ്പോൾ ആ ഒരു ആത്മാവ് ഈ ഫേർണിച്ചർ, ഈ ചെയറിൻ്റെ അകത്തോട്ട് കയറിയിട്ടുണ്ടെന്നാണ് ഇവരുടെ ഒരു വിശ്വാസം. മൈ പുവർ മദർ യൂസ് ടു സിറ്റ് ഇൻ ദാറ്റ് ചെയർ ഷീ മോണ്ട്. അപ്പോൾ ഇവരുടെ അമ്മ മരിക്കുന്നതിന് മുമ്പ് എപ്പോഴും സ്ഥിരമായിട്ട് ആ ചെയറിൽ ഇരിക്കാറുണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ട് ഇവരിങ്ങനെ തേങ്ങുകയാണ്. ടു തിങ്ക് ഇറ്റ് ഷുഡ് റൈസ് അപ്പ് എഗെയിൻസ്റ്റ് മീ നൗ. അപ്പോൾ അതുകൊണ്ടാണ് ആ ചെയറിൽ ഇപ്പോൾ എൻ്റെ അമ്മയുടെ ആത്മാവുണ്ട്, അതുകൊണ്ടാണ് എൻ്റെ നേർക്കത് വന്നതെന്നാണ് ഇപ്പോൾ ഇവർ പറയുന്നത്. ദ ഫീലിംഗ് എമംഗ് ദ നൈബേഴ്സ് വാസ് ദാറ്റ് ദ ട്രബിൾ വാസ് കോസ്ഡ് ബൈ വിച്ച് ക്രാഫ്റ്റ്. അപ്പോൾ ഇവരുടെ അടുത്തുള്ള ആ നൈബേഴ്സൊക്കെ വിചാരിച്ചിരുന്നത് ഇതെന്തോ വിച്ച് ക്രാഫ്റ്റ് എന്ന് വെച്ചാൽ എന്തെങ്കിലും ഒരു ദുർമന്ത്രവാദം കൊണ്ട് ഹാപ്പൻ ചെയ്തിരിക്കുന്നതെന്നാണ് അവരുടെ വിശ്വാസം. But the witchcraft or not, when news of the burglary at the clergyman's home became known, the strange scientist was strongly suspected of having had a hand in it. പക്ഷെ ദുർമന്ത്രവാദം എന്തോ ആയിക്കോട്ടെ, ഈ ക്ലർജിമാൻ്റെ വീട്ടിൽ നടന്ന ആ ഒരു ബർഗ്ലറി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആവശ്യമില്ലാത്ത ഒരാളുടെ വീട്ടിലോട്ടുള്ള കടന്നുകയറ്റം, അതായത് മോഷണത്തിനൊക്കെ വേണ്ടിയിട്ട് ആരോ ആ വീട്ടിലോട്ട് കയറിയിട്ടുണ്ട്. അങ്ങനെ ഒരു ഇൻസിഡൻറ്റ് അറിഞ്ഞതോടുകൂടി ഈ സയൻറ്റിസ്റ്റിനെ എല്ലാവരും സംശയിക്കാൻ തുടങ്ങി. അതിനൊരു കാരണമുണ്ടായിരുന്നു. സസ്പിഷൻ grew even stronger when he suddenly produced some ready cash, though he had admitted not long before that he had no money. അപ്പം ഇങ്ങനെ സസ്പീഷൻ വളരാനായിട്ടൊരു കാരണം എന്തായിരുന്നു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ സയൻറ്റിസ്റ്റ് പെട്ടെന്ന് തന്നെ റെഡി ക്യാഷ് ഈ മിസ്സസ് ഹാളിന് കൊടുത്തു. പക്ഷേ അദ്ദേഹം പറഞ്ഞിരുന്നത് എൻ്റെ കയ്യിൽ പൈസയൊന്നുമില്ല, ചെക്കൊക്കെ വന്നിട്ട് സാവധാനം തരാം എന്നൊക്കെയായിരുന്നു പറഞ്ഞിരുന്നത്. അപ്പം മണിയൊന്നും ഇല്ലയെന്ന് അദ്ദേഹം തന്നെ അഡ്മിറ്റ് ചെയ്ത ഉടനെ തന്നെയാണ് റെഡി ക്യാഷ് അദ്ദേഹം മിസ്സസ് ഹാളിന് കൊടുത്തത്. അപ്പോൾ അതെല്ലാവരിലും ഒരു സംശയം ഉണ്ടാക്കി. കാരണം ആ ഒരു സമയത്ത് തന്നെയാണ് ക്ലർജിമാൻ്റെ വീട്ടിൽ നിന്നും ഇത്രയ്ക്കും പൈസ മോഷണം പോയിരിക്കുന്നതും. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് എല്ലാവരും ഈ ഒരു ക്ലർജിമാൻ്റെ വീട്ടിലുണ്ടായ ഒരു ഇൻസിഡൻറ്റോട് കൂടിയിട്ടാണ് കൂടുതലും സയൻറ്റിസ്റ്റിനെ സംശയിക്കാൻ തുടങ്ങിയത്. ദ വില്ലേജ് കോൺസ്റ്റബിൾ വാസ് സീക്രട്ട്ലി സെൻറ്റ് ഫോർ. അപ്പോൾ ഈ കേസ് അന്വേഷിക്കാനായിട്ട് വില്ലേജിലെ ഒരു പോലീസ് കോൺസ്റ്റബിളിനെ അയച്ചിട്ടുണ്ട് ഇങ്ങോട്ട്. ഇൻസ്റ്റെഡ് ഓഫ് വെയിറ്റിംഗ് ഫോർ ദ കോൺസ്റ്റബിൾ, മിസ്സസ് ഹാൾ വെന്റ് ടു ദ സയൻറ്റിസ്റ്റ് ഹു ഹാഡ് സംഹൗ മിസ്റ്റീരിയസ്ലി അപ്പിയർഡ് ഫ്രം ഹിസ് എംപ്റ്റി ബെഡ്റൂം. അപ്പോൾ കോൺസ്റ്റബിൾ വരുന്നതൊന്നും വെയിറ്റ് ചെയ്യാതെ തന്നെ മിസ്സസ് ഹാള് സയൻറ്റിസ്റ്റിൻ്റെ അടുത്ത് ചെന്നു. അപ്പോൾ സയൻറ്റിസ്റ്റ് അവിടെ ഇങ്ങനെ ഒരു മിസ്റ്റീരിയസ്ലി അപ്പിയറൻസോടുകൂടി, അതായത് എന്തൊക്കെയോ ഇങ്ങനെ സീക്രട്സ് ഉള്ള ഒരു അപ്പിയറൻസോടുകൂടി അയാളുടെ ബെഡ്റൂമിൽ ഇങ്ങനെ ഉണ്ട്. ഐ വോണ്ട് ടു നോ വാട്ട് യു ഹാവ് ബീൻ ഡൂയിങ് ടു മൈ ചെയർ അപ്സ്റ്റേഴ്സ്. അപ്പോൾ സയൻറ്റിസ്റ്റിൻ്റെ അടുത്ത് ചോദിക്കുകയാണ്, എനിക്കറിയണം എൻ്റെ ആ മുകളിലുണ്ടായിരുന്ന ചെയേഴ്സ് എന്താണ് ആ ചെയ്തിരുന്നതെന്ന് എനിക്കറിയണം. ഷീ ഡിമാൻഡഡ് ആൻഡ് ഐ വോണ്ട് ടു നോ നൗ ഇറ്റ് ഈസ് യു കെയിം ഔട്ട് ഓഫ് എൻ എംപ്റ്റി റൂം ആൻഡ് ഹൗ യു എൻറ്റേർഡ് എ ലോക്ക്ഡ് റൂം. അത് മാത്രമല്ല, എനിക്കൊരു കാര്യം കൂടെ അറിയാനുണ്ട്. നിങ്ങൾ ഈ റൂമിൽ നിന്ന് പോകുമ്പോൾ ഈ റൂമിൽ ആരും ഉണ്ടായിരുന്നില്ല, അതൊരു എംപ്റ്റി റൂമായിരുന്നു. എന്നിട്ട് നിങ്ങൾ എങ്ങനെയാണ് ഒരു ലോക്ക്ഡ് റൂമിലോട്ട് എൻ്റർ ചെയ്തത്? അതായത് ഈ മിസ്സസ് ഹാളിനെയും അവരുടെ ഹസ്ബൻഡിനെയും പുറത്താക്കിക്കൊണ്ട് ഈ റൂം ലോക്ക്ഡ് ആയിരുന്നു. പിന്നെ ഇങ്ങനെ ലോക്ക്ഡ് ആയിട്ടുള്ള ഒരു റൂമിലോട്ട് നിങ്ങൾ എങ്ങനെയാണ്, നിങ്ങൾക്ക് വാതിൽ തുറന്നു തരാനൊന്നും ആരും തന്നെ അകത്തുണ്ടായിരുന്നില്ല, പിന്നെ നിങ്ങൾ എങ്ങനെയാണ് അകത്ത് കടന്നത് എന്നിവരിങ്ങനെ ചോദ്യം ചെയ്യുകയാണ്. ദ സയൻറ്റിസ്റ്റ് വാസ് ഓൾവേസ് ക്വിക്ക് ടെമ്പേർഡ്, നൗ ഹി ബിക്കെയിം ഫ്യൂരിയസ്. അപ്പോൾ സയൻറ്റിസ്റ്റ് ഓൾറെഡി വളരെ ഷോർട്ട് ടെമ്പേർഡ് ആയിട്ടുള്ള, പെട്ടെന്ന് ദേഷ്യം വരുന്ന ഒരാളാണ്. ഇപ്പോൾ കൂടുതൽ ഇങ്ങനെ വല്ലാത്ത ഫ്യൂരിയസ് എന്ന് വെച്ചാൽ എക്സ്ട്രീം ആയിട്ട് ഇങ്ങനെ ദേഷ്യം വന്നു. യു ഡോണ്ട് അണ്ടർസ്റ്റാൻഡ് ഹൂ ഓർ വാട്ട് ഐ ആം, ഹി ഷൗട്ടഡ്. വെരി വെൽ, ഐ വിൽ ഷോ യു. അപ്പോൾ ഈ സ്ത്രീയുടെ അടുത്ത് പറയാണ്, നിനക്കറിയില്ല ഞാൻ എന്താണെന്നും ആരാണെന്നും, ഞാൻ നിന്നെ കാണിച്ചു തരാം എന്താണ് ഞാൻ ചെയ്യാൻ പോകുന്നതെന്ന്. സഡൻലി ഹി ത്രൂ ഓഫ് ബാൻഡേജസ്, വിസ്കേഴ്സ്, സ്പെക്ടക്കിൾസ് ആൻഡ് ഈവൻ നോസ്. അപ്പോൾ പെട്ടെന്ന് തന്നെ ഇയാളിങ്ങനെ അയാളുടെ ബാൻഡേജസും വിസ്കേഴ്സും സ്പെക്ടക്കിൾസും ആർട്ടിഫിഷ്യൽ നോസും എല്ലാം ഇങ്ങനെ റിമൂവ് ചെയ്യാൻ തുടങ്ങി. ഇറ്റ് ടുക്ക് ഹിം ഓൺലി എ മിനിറ്റ് ടു ഡു ദിസ്. അപ്പോൾ ഇതൊക്കെ ചെയ്യാനായിട്ട് ഒരു മിനിറ്റ് മാത്രമാണ് ഇദ്ദേഹത്തിന് വേണ്ടി വന്നത്. ദ ഹൊറിഫൈഡ് പീപ്പിൾ ഇൻ ദ ബാർ ഫൗണ്ട് ദംസെൽസ് സ്റ്റാറിങ് അറ്റ് എ ഹെഡ്ലെസ് മാൻ. അപ്പോൾ ഇതൊക്കെ നോക്കിക്കൊണ്ട് അവിടെ കുറച്ച് ആളുകൾ കൂട്ടം കൂടി നിൽക്കുന്നുണ്ട്. അപ്പോൾ അവരിങ്ങനെ ഇയാളതൊക്കെ ബാൻഡേജൊക്കെ റിമൂവ് ചെയ്തപ്പോൾ തലയില്ലാത്തൊരു മനുഷ്യനെ കണ്ടിട്ട് അവരൊക്കെ പേടിച്ചു പോയി. മിസ്റ്റർ ജാഫേഴ്സ്, ദ കോൺസ്റ്റബിൾ നൗ അറൈവ്ഡ് ആൻഡ് വാസ് ക്വൈറ്റ് സർപ്രൈസ് ടു ഫൈൻഡ് ദാറ്റ് ഹി ഹാഡ് ടു അറസ്റ്റ് എ മാൻ വിത്തൗട്ട് എ ഹെഡ്. അപ്പോൾ ഇതിനിടയിൽ പോലീസ് കോൺസ്റ്റബിൾ, അദ്ദേഹത്തിൻ്റെ പേര് മിസ്റ്റർ ജാഫേഴ്സ് എന്നാണ്, അദ്ദേഹം വരികയാണ്. അപ്പോൾ അദ്ദേഹം ഭയങ്കര സർപ്രൈസ്ഡ് ആയി. ആദ്യമായിട്ടാണ് ഇദ്ദേഹം തലയില്ലാത്ത ഒരാളെ അറസ്റ്റ് ചെയ്യാൻ പോകുന്നത്. ബട്ട് ജെഫേഴ്സ് വാസ് നോട്ട് ഈസിലി പ്രിവെൻറ്റഡ് ഫ്രം ഡൂയിങ് ഹിസ് ഡ്യൂട്ടി. പക്ഷേ ഇതൊന്നും ജെഫേഴ്സിനെ അദ്ദേഹത്തിൻ്റെ ഡ്യൂട്ടി ചെയ്യുന്നതിൽ നിന്നും പ്രിവെൻറ്റ് ചെയ്തില്ല. ഇഫ് എ മജിസ്ട്രേറ്റ്സ് വാറണ്ട് ഓർഡേർഡ് എ പേഴ്സൺസ് അറസ്റ്റ്, ദെൻ ദ പേഴ്സൺ ഹാഡ് ടു ബി അറസ്റ്റഡ് വിത്ത് ഓർ വിത്തൗട്ട് ഹിസ് ഹെഡ്. അപ്പോൾ ഒരു മജിസ്ട്രേറ്റിൻ്റെ വാറണ്ട് ഒരാളെ അറസ്റ്റ് ചെയ്യാനുണ്ട് എന്നുണ്ടെങ്കിൽ അദ്ദേഹം തലയുള്ളതായിക്കോട്ടെ തലയില്ലാതായിക്കോട്ടെ അറസ്റ്റ് ചെയ്തേ മതിയാവും. അതൊന്നും അദ്ദേഹത്തിൻ്റെ ഡ്യൂട്ടിയിൽ നിന്നും പ്രിവെൻറ്റ് ചെയ്യുക, അതായത് തടയുന്നതല്ല. ഹെഡ് ഉണ്ടെങ്കിലും ഹെഡ് ഇല്ലെങ്കിലും മജിസ്ട്രേറ്റിൻ്റെ ഓർഡർ ഉണ്ടെന്നുണ്ടെങ്കിൽ അറസ്റ്റ് ചെയ്തിരിക്കണം.
There followed a remarkable scene as the policeman tried to get hold of a man who was becoming more and more invisible as he threw off one garment after another. അപ്പോൾ അവിടെ ഒരു റിമാർക്കബിൾ സീൻ എന്ന് വെച്ചാൽ റിമാർക്കബിൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര അൺയൂഷ്വൽ ആയിട്ടുള്ള ഒരു സീൻ ഉണ്ടായി. കാരണം പോലീസ്മാൻ ഇയാളെ ഈ സയൻറ്റിസ്റ്റിനെ ഹോൾഡ് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ ഇയാളിങ്ങനെ ഓരോ വസ്ത്രങ്ങളായിട്ട് മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം വസ്ത്രം മാറുന്നതിനനുസരിച്ചിട്ട് ഇദ്ദേഹം കൂടുതൽ കൂടുതൽ ഇൻവിസിബിൾ ആയിക്കൊണ്ടിരിക്കുകയാണ്. ഫൈനലി എ ഷർട്ട് ഫ്ലൂ ഇൻ ടു ദ എയർ ആൻഡ് ദ കോൺസ്റ്റബിൾ ഫൗണ്ട് ഹിംസെൽഫ് സ്ട്രഗ്ലിംഗ് വിത്ത് സം വൺ ഹി കുഡ് നോട്ട് സീ അറ്റ് ഓൾ. അപ്പോൾ ഫൈനലി ഇയാൾ ധരിച്ചിരുന്ന ഷർട്ടും ഇയാളിങ്ങനെ എയറിലോട്ട് ഊരി എറിഞ്ഞു. അതോടുകൂടി കോൺസ്റ്റബിളിന് ഇയാളെ തീരെ കാണാനേ സാധിക്കുന്നുണ്ടായിരുന്നില്ല. കാണാനായിട്ട് കോൺസ്റ്റബിൾ ഇങ്ങനെ ബുദ്ധിമുട്ടുകയായിരുന്നു. സം പീപ്പിൾ ട്രൈ ടു ഹെൽപ്പ് ഹിം ബട്ട് ഫൗണ്ട് ദംസെൽഫ് ഹിറ്റ് ബൈ ബ്ലൂസ് ദാറ്റ് സീം ടു കം ഫ്രം നോവർ. അപ്പോൾ കുറച്ച് ആളുകളൊക്കെ വന്നിട്ട് ഈ പോലീസിനെ ഇങ്ങനെ ഹെൽപ്പ് ചെയ്യാൻ ശ്രമിച്ചു. ഇവരൊക്കെ ഇങ്ങനെ ഇയാളെ പിടിക്കാനായിട്ട് ട്രൈ ചെയ്യാണ്. പക്ഷേ ഇവർക്ക് ഇങ്ങനെ എന്തോ എയറിൽ നിന്നും ഇങ്ങനെ ഇടി കിട്ടുന്ന പോലെ, കാരണം ഇയാൾ ഇൻവിസിബിൾ ആയിക്കൊണ്ട് ഇവരിങ്ങനെ അറ്റാക്ക് ചെയ്യാണ്. അപ്പോൾ ഹിറ്റ് ബൈ ബ്ലോസ് എന്ന് വെച്ചാൽ എയറിൽ നിന്ന് ആരോ ഇങ്ങനെ ഇവരെ ഇടിക്കുന്ന പോലെയാണ് ഇവർക്ക് തോന്നുന്നത്. ഇൻ ദ എൻഡ് ജെഫേഴ്സ് വാസ് നോക്ക്ഡ് അൺകോൺഷ്യസ് ആസ് ഹി മെയ്ഡ് എ ലാസ്റ്റ് അറ്റംപ്റ്റ് ടു ഹോൾഡ് ഓൺ ടു ദ അൺസീൻ സയൻറ്റിസ്റ്റ്. പക്ഷെ അവസാനം ജെഫേഴ്സ് ഈ കോൺസ്റ്റബിൾ അബോധാവസ്ഥയിൽ അൺകോൺഷ്യസ് ആയി പോവുകയാണ്. ഈ സയൻറ്റിസ്റ്റിനെ കാണാൻ കഴിയാത്ത ഈ സയൻറ്റിസ്റ്റിനെ പിടിക്കാനായിട്ട് ഇയാൾ അറ്റംപ്റ്റ് ചെയ്ത് അതായത് എന്നിട്ട് ഇയാൾക്ക് ഇങ്ങനെ എയറിൽ നിന്നും അദൃശ്യമായിട്ട് ഇങ്ങനെ ഇടികൾ കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ലാസ്റ്റ് ഇയാൾ ഇടി കിട്ടിയിട്ട് അൺകോൺഷ്യസ് ആയിട്ട് പോവുകയാണ്. There were nervous excited cries of hold him. അപ്പോൾ ആളുകൾ ഇങ്ങനെ നെർവസ് ആയിട്ട് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് അവനെ പിടിക്കുമെന്ന് പറഞ്ഞിട്ട്. ബട്ട് ദിസ് വാസ് ഈസിയർ സെഡ് ദാൻ ഡൺ. പക്ഷേ ഇത് പറയുന്നത്ര എളുപ്പമായിരുന്നില്ല ചെയ്യാനായിട്ട്. ഗ്രിഫിൻ ഹാഡ് ഷേക്കൺ ഹിംസെൽഫ് ഫ്രീ ആൻഡ് നോ വൺ ന്യൂ വേർ ടു ലേ ഹാൻഡ്സ് ഓൺ ഹിം. അപ്പോൾ ഗ്രിഫിൻ ഫ്രീ ആയി കഴിഞ്ഞു, ഇൻവിസിബിളായി ഫ്രീ ആയിട്ട് ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ ആർക്കും തന്നെ എവിടെ കൈ വെക്കണമെന്ന് അറിയുന്നില്ല. പിടിക്കൂ എന്ന് പറയുന്നുണ്ടെങ്കിലും എവിടെയാണ് കൈകൾ വെച്ച് അയാളെ പിടിക്കേണ്ടതെന്ന് ആർക്കും തന്നെ അറിയുന്നുണ്ടായിരുന്നില്ല. അപ്പം അയാൾ ഇൻവിസിബിൾ ആയിട്ട് അയാളുടെ ഇങ്ങനെ ഓരോ ക്രൂവലായിട്ടുള്ള ആക്ടിവിറ്റീസ് കണ്ടിന്യൂ ചെയ്തുകൊണ്ടേയിരുന്നു. ആളുകൾക്ക് പിടിക്കാൻ കഴിഞ്ഞില്ല. അപ്പോൾ ഇത്രയുമാണ് ഫുട് പ്രിൻറ്റ്സ് വിത്തൗട്ട് ഫീറ്റ് എന്ന് പറയുന്ന സ്റ്റോറി. ഇതിനെക്കുറിച്ച് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാവുന്നതാണ്. താങ്ക് യു ഫോർ വാച്ചിങ് ദ വീഡിയോ. Please like and share and don't forget to subscribe the channel to get notification for new videos.